ചൂടായ എണ്ണയിലോട്ട് ഉലുവയിട്ടു. ഉലുവയിട്ട് പൊട്ടുമ്പോഴത്തേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇട്ട് വഴറ്റി നന്നായിട്ട് വഴരട്ടെ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഞാൻ എല്ലാം എൻ്റെ മനസ്സിൽ കണക്കാം കേട്ടോ, ചേർത്ത് ഇളക്കി നന്നായിട്ട് ഇളക്കി പുളി വെള്ളത്തിൽ ഇട്ടിരുന്നത് ഒഴിച്ച് കല്ലുപ്പും ചേർത്ത് പോരാതെ കുറച്ചുകൂടെ വെള്ളം ചേർക്കുക. ചൂടുവെള്ളമാണിത്. ചൂടുവെള്ളവും ചേർത്ത് തിളയ്ക്കട്ടെ. തിളച്ചപ്പം ഇത് നല്ല കാശ്മീരി മുളക് കേട്ടോ. എനിക്ക് ഇത്രയും മതി, അധികം വെള്ളം വേണ്ട. അതുകൊണ്ട് ഞാനിവിടെ ആദ്യം വേറെ മീനൊക്കെ ഉണ്ട്, അപ്പം കറി കുറച്ച് മതി. ചേട്ടൻ മാത്രമേ കഴിക്കത്തുള്ളൂ, ഞാൻ കഷ്ണം മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് തിളയ്ക്കട്ടെ. തിളച്ച ശേഷം നമുക്ക് അടുത്തത്. തിളച്ചപ്പോൾ കഷ്ണങ്ങളൊക്കെ പെട്ടെടുത്ത് വെറും തലയും വാലും, പിന്നെ ഇതിവിടെ ലൈറ്റ് ഇല്ല ഇന്ന്, തലയും വാലും മാത്രമേ ഉള്ളത്. ഇതാണ് എന്തോ കറുത്താവോലി എന്ന് പറയുന്ന മീൻ കണ്ടില്ലേ, കറുത്താവോലി, അതിൻ്റെ കഷ്ണങ്ങളാണ്. അത് പെറുക്കിയിട്ടു. നീ ഇളക്കല്ല, അത് വെറുതെ ഒന്ന്. എനിക്കറിയാം വെള്ളം കുറവാണ്, എനിക്കറിയാം. പക്ഷേ ഈ വെള്ളം ഇത്ര മതി ഞങ്ങൾക്ക്, കാരണം ഒരാളെ കൂട്ടത്തുള്ളൂ വെള്ളം, ഇതിൻ്റെ ഗ്രേവി. ഞാൻ കൂട്ടാത്തതുകൊണ്ടേ എനിക്കത്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തു. തിളക്കട്ടെ. ഒരു 10 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ ഒരു നുള്ളു ഉലുവാപ്പൊടി ചേർത്ത് കഴുകി കുറുകാൻ വെച്ചാൽ നല്ല ഒന്നാം തരം. നിങ്ങളുടെ ഇഷ്ടത്തിന് കുറുകാൻ, എനിക്ക് ഇത്തിരി കൂടെ കുറുകാൻ വെച്ചാൽ അത് ഇങ്ങനെ കറി കുറുകാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് കുറുകട്ടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ